നമസ്കാരം. ജ്യോതിഷത്തിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. 2025 ഏപ്രിൽ മാസത്തിലെ രോഹിണി നക്ഷത്രത്തിൻ്റെ സമഗ്രമായ വിശകലനമാണ് ഈ വീഡിയോയിലൂടെ കാണുന്നത്. 2025 ഏപ്രിൽ മാസത്തിൽ രോഹിണി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് സാമ്പത്തികം, തൊഴിൽ, കുടുംബജീവിതം, ആരോഗ്യം എന്നിവയിൽ പ്രധാനമായ മാറ്റങ്ങളും അവസരങ്ങളും പ്രതീക്ഷിക്കാം. ഗ്രഹസ്ഥിതികൾ, യോഗങ്ങൾ, പരിഹാരങ്ങൾ എന്നിവ അടിസ്ഥാനമാക്കി നമുക്ക് വിശദമായി നോക്കാം. രോഹിണി നക്ഷത്രം ചന്ദ്രൻ്റെ നക്ഷത്രമാണ്. ഒന്നാമത്തേത് തൊഴിലും കരിയറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ക്രിയാത്മകമായ മേഖലകളിൽ വിജയം ഉറപ്പാണ്. കല, സാഹിത്യം, രൂപകൽപ്പന, സംഗീതം തുടങ്ങിയ ക്രിയാത്മക മേഖലകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നവർക്ക് മികച്ച അവസരങ്ങൾ ലഭിക്കും. പുതിയ പദ്ധതികൾ ആരംഭിക്കാൻ അനുകൂലമായ സമയമായിട്ടാണ് കാണുന്നത്. സ്ഥിരതയുള്ള വരുമാനം ലഭിക്കും. ഔദ്യോഗിക രംഗത്തെ ജോലിയിൽ സ്ഥിരതയുണ്ടാകും. എന്നാൽ മാസത്തിൻ്റെ ആദ്യ ആഴ്ചകളിൽ, അതായത് ഏപ്രിൽ 1-10, പ്രോജക്റ്റുകൾക്ക് താമസം സംഭവിക്കും. ബിസിനസ് സാധ്യതകൾ നോക്കുമ്പോൾ കൃഷി, റിയൽ എസ്റ്റേറ്റ്, സൗന്ദര്യവർദ്ധക ഉൽപ്പന്നങ്ങൾ തുടങ്ങിയ മേഖലകളിൽ നിക്ഷേപം ലാഭകരമായിട്ടാണ് കാണുന്നത്. തൊഴിൽ സ്ഥലത്തെ മാറ്റം. അപ്രതീക്ഷിതമായി ജോലി സ്ഥലം മാറ്റം സംഭവിക്കാനുള്ള സാധ്യത കാണുന്നു. ഇത് ദീർഘകാല ഗുണം ചെയ്യും. സാമ്പത്തിക സ്ഥിതി. പഴയ നിക്ഷേപങ്ങളിൽ നിന്ന് ലാഭം ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ ഏപ്രിൽ 15 ശേഷം ചെലവുകൾ വർദ്ധിക്കും. അനാവശ്യ ചെലവുകൾ ഒഴിവാക്കാൻ സാമ്പത്തിക തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുൻപ് ഗുണദോഷം പരിശോധിക്കുക. സാഹോദര്യം, സൗഹൃദ ബന്ധങ്ങളിലൂടെ പണമെടുപ്പ് ഒഴിവാക്കുക. കുടുംബാംഗങ്ങളിൽ നിന്നോ പൂർവിക സ്വത്തിൽ നിന്നോ ധനസമ്പാദനം സാധ്യമായി കാണുന്നു. അടുത്തത് കുടുംബജീവിതവും സാമൂഹ്യ ബന്ധങ്ങളുമാണ്. കുടുംബാംഗങ്ങളുമായി ആശയവിനിമയം മെച്ചപ്പെടുത്താനുള്ള സമയമാണ്. എന്നാൽ ഏപ്രിൽ 18-22 തീയതികളിൽ ചില അസ്വസ്ഥതകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. വിവാഹിതർക്ക് പങ്കാളിയുമായുള്ള ബന്ധം ശക്തിപ്പെടും. ഒറ്റയ്ക്കായവർക്ക് പുതിയ ബന്ധങ്ങൾ രൂപപ്പെടാനുള്ള സാധ്യതയുമുണ്ട്. സാമൂഹ്യ ബന്ധങ്ങൾ വികസിപ്പിക്കാനുള്ള അവസരങ്ങളുണ്ട്. ഉന്നതരുമായുള്ള സൗഹൃദ സാമ്പത്തിക നിലവാരം ഉയർത്താം. ആരോഗ്യം. ശരീരത്തിൽ ജലസംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നു. ജലച്ചാലുകൾ, പാനീയങ്ങൾ ഇവയ്ക്ക് ശ്രദ്ധിക്കുക. വികാരങ്ങളുടെ അസ്ഥിരത മൂലം മാനസിക സമ്മർദ്ദം ഉണ്ടാകാം. ധ്യാനം, യോഗ എന്നിവ പ്രയോജനപ്പെടുത്തുക. പച്ചക്കറികൾ, പഴം, തേൻ എന്നിവ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. കട്ടിയുള്ള ഭക്ഷണം ഒഴിവാക്കുക. യാത്രകളും ജ്യോതിഷപരമായ സൂചനകളും. യാത്രാവിധി. ഔദ്യോഗിക ആവശ്യത്തിനായി യാത്രകൾ വർദ്ധിക്കും. എന്നാൽ ഏപ്രിൽ 11 മുതൽ 17 വരെയുള്ള തീയതികളിൽ ജലമാർഗ യാത്ര ഒഴിവാക്കുന്നതാണ് നല്ലത്. ഗ്രഹസ്ഥിതി നോക്കുമ്പോൾ ചന്ദ്രൻ രോഹിണി നക്ഷത്രത്തിൻ്റെ ഭരണാധികാരി. ശുക്രൻ്റെ സ്വാധീനത്തിലായത് ക്രിയാത്മകതയെ പ്രോത്സാഹിപ്പിക്കും. ശനി മീനരാശിയിലെ സഞ്ചാരം സാമ്പത്തിക സ്ഥിരത നൽകും. രാഹു കേതുവിൻ്റെ സ്ഥിതി ചില അപ്രതീക്ഷിത മാറ്റങ്ങൾക്ക് കാരണമാകും. പ്രധാന ഉപദേശങ്ങൾ. തിങ്കളാഴ്ച ശിവക്ഷേത്രത്തിൽ പാൽ, ജലം എന്നിവ അർപ്പിച്ചാൽ ചന്ദ്രൻ്റെ ദോഷം കുറയും. രത്നധാരണം. മുത്ത് അഥവാ പേൾ ധരിച്ചാൽ മനസ്സിൻ്റെ സ്ഥിരത ലഭിക്കും. ആരോഗ്യം. രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ നെല്ലിക്ക, പഴം എന്നിവ ദിവസവും ആഹാരത്തിൻ്റെ കൂടെ ഉപയോഗിക്കുന്നത് നല്ലതാണ്. പ്രത്യേക ദിവസങ്ങൾ. അതിൽ അനുകൂലമായ ദിവസങ്ങൾ ഏപ്രിൽ 5, 12, 19, 26. ഇവിടെ ചന്ദ്രന് ബലം കൂടുതലാണ്. സൂക്ഷ്മത ആവശ്യമുള്ള ദിവസങ്ങൾ ഏപ്രിൽ 8, 15, 22. രാഹുകാലം ശ്രദ്ധിക്കുക. 2025 ഏപ്രിൽ മാസം രോഹിണി നക്ഷത്രത്തിൻ്റെ സാമ്പത്തിക സ്ഥിരത, ക്രിയാത്മക വിജയങ്ങൾ, കുടുംബ സമാധാനം എന്നിവ പ്രതീക്ഷിക്കാം. എന്നാൽ ആരോഗ്യപരമായ സൂക്ഷ്മതയും അപ്രതീക്ഷിതമായ ചെലവുകൾക്കുള്ള തയ്യാറെടുപ്പും അത്യാവശ്യമാണ്. ഗ്രഹസ്ഥിതി അനുസരിച്ച് ക്ഷമയും സ്ഥിരോത്സാഹവും പ്രദർശിപ്പിക്കുക. ചന്ദ്രൻ്റെ ശീതളതയും ശിവന്റെ അനുഗ്രഹവും നിങ്ങളുടെ ജീവിതത്തെ പ്രകാശിപ്പിക്കട്ടെ. മകയിര നക്ഷത്രത്തിൻ്റെ 2025 ഏപ്രിലിലെ മാസഫലം നമുക്ക് നോക്കാം. മകയിര നക്ഷത്രത്തിൻ്റെ പ്രാഥമിക സ്വഭാവ വിശേഷങ്ങൾ. മകയിര നക്ഷത്രം ഇടവം, അതായത് വൃഷഭം രാശിയുടെ 23°20 മുതൽ മിഥുനൻ രാശിയുടെ 6°40 വരെ വ്യാപിച്ചിരിക്കുന്നു. ചൊവ്വ ഈ നക്ഷത്രത്തിൻ്റെ നാഥനാണ്. ദേവത ചന്ദ്രനും. ഈ നക്ഷത്രക്കാർ സുതാര്യത, കാര്യസാമർഥ്യം, ഊർജ്ജസ്വലത, ആകർഷക വ്യക്തിത്വം എന്നിവയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. എന്നാൽ അമിത ആഗ്രഹം, ക്ഷിപ്രകോപം, അധിക ചെലവുകൾ എന്നിവ ഇവരുടെ പ്രധാന പ്രതിസന്ധികളുമാണ്. 2025 ഏപ്രിൽ മാസത്തിലെ പ്രധാന മേഖലാ വിശകലനം. ആദ്യം
ഔദ്യോഗിക തൊഴിൽ മേഖലകളിലെ വിശകലനം. സുതാര്യതയും പ്രതികരണശീലവും. തൊഴിൽ സ്ഥലത്ത് അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളെ നിങ്ങളുടെ സുതാര്യമായ സമീപനത്താൽ മറികടക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ അമിത ആഗ്രഹം കാണിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. ക്രിയാത്മക പ്രവർത്തനങ്ങൾ. ഏപ്രിൽ മാസം കൃഷി, ഭവന നിർമ്മാണം, വസ്തു ഇടപാടുകൾ തുടങ്ങിയ മേഖലകളിൽ ലാഭം പ്രതീക്ഷിക്കാം. ചിങ്ങമാസത്തിൽ, അതായത് ഓഗസ്റ്റ് സെപ്റ്റംബർ, ഗൃഹപ്രവേശം നടത്താനുള്ള അവസരം ലഭിക്കും. ജോലി സ്ഥലത്തെ ചലനങ്ങൾ. പുതിയ മാറ്റങ്ങൾക്ക് സാധ്യതയുണ്ടെങ്കിലും ജോലി മാറ്റം അല്ലെങ്കിൽ രാജി തരുന്നത് ഒഴിവാക്കുക. സാമ്പത്തികം. നേട്ടങ്ങളും ചെലവുകളും. കർഷകർക്കും സ്വത്ത് ഇടപാടുകളിൽ ഏർപ്പെടുന്നവർക്കും സാമ്പത്തിക ലാഭം പ്രതീക്ഷിക്കാം. എന്നാൽ ആഡംബര ചെലവുകൾ, താൽക്കാലികമായി കടം വാങ്ങൽ എന്നിവയിൽ ജാഗ്രത പാലിക്കുക. അപ്രതീക്ഷിത ചെലവുകൾ. ആരോഗ്യ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ കുടുംബ തർക്കങ്ങൾ മൂലം പണം ചെലവാക്കാനുള്ള സാധ്യതയുണ്ട്. നിക്ഷേപ മനോഭാവം സ്വീകരിക്കുന്നത് നല്ലതാണ്. ആരോഗ്യകാര്യം. അതിൽ ത്വക്ക് രോഗങ്ങൾ. സൗന്ദര്യവർദ്ധക ഉൽപ്പന്നങ്ങളുടെ തെറ്റായ ഉപയോഗം മൂലം ത്വക്ക് പ്രശ്നങ്ങൾ, ഉദാഹരണത്തിന് മുഖക്കുരു, ചൊറിച്ചിൽ ഇവയൊക്കെ ഉണ്ടാകും. സുഗന്ധദ്രവ്യങ്ങൾ, മയക്കുമരുന്നുകൾ എന്നിവയിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുക. കുടുംബ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ തൊഴിൽ സംബന്ധമായ സമ്മർദ്ദം മൂലം ഉറക്കക്കുറവ്, ദഹന പ്രശ്നങ്ങൾ എന്നിവ അനുഭവപ്പെടാം. ധ്യാനം, യോഗ എന്നിവ പ്രയോജനപ്പെടുത്തുക. കുടുംബ സാമൂഹ്യ ബന്ധങ്ങൾ. കുടുംബാംഗങ്ങളുമായുള്ള ആശയവിനിമയത്തിൽ സംയമനം പാലിക്കുക. പ്രത്യേകിച്ച് സ്വജനങ്ങളുടെ ആവശ്യങ്ങൾ അവഗണിക്കുന്നത് ചെറിയ തർക്കങ്ങൾക്ക് കാരണമാകും. പ്രണയബന്ധങ്ങൾ. അവിവാഹിതർക്ക് അനുചിതമായ ബന്ധങ്ങളിൽ ഏർപ്പെടാനുള്ള സാധ്യതയുണ്ട്. വിവേകപരമായ തീരുമാനങ്ങൾ എടുക്കാൻ ശ്രമിക്കുക. വിദ്യാഭ്യാസവും പരീക്ഷകളും. പഠന ഫലപ്രാപ്തി. പ്രതികൂല സാഹചര്യങ്ങൾ ഉണ്ടായാലും ക്ഷമയോടെ പഠനം തുടരുന്നവർക്ക് പ്രതീക്ഷിച്ച ഫലം ലഭിക്കും. ഏപ്രിൽ മധ്യത്തോടെ ഫലപ്രാപ്തി മെച്ചപ്പെടും. പ്രധാന തീയതികളും അനുകൂല പ്രതികൂല സമയങ്ങളും. ആദ്യം അനുകൂല തീയതികൾ നോക്കാം. ഏപ്രിൽ 10 മുതൽ 15 ചന്ദ്രൻ്റെ ശുഭസ്ഥാനം. ഏപ്രിൽ 20 മുതൽ 25 സാമ്പത്തിക ഇടപാടുകൾക്ക് അനുയോജ്യമായ സമയം. പ്രതികൂലമായ തീയതികൾ. ഏപ്രിൽ 5, 8 ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാകും. ഏപ്രിൽ 18, 22 വാഗ്വാദങ്ങൾ ഒഴിവാക്കുക. ശുഭാപ്തി വിശ്വാസങ്ങളും പ്രതിവിധികളും. രത്നങ്ങൾ, നിറങ്ങൾ. കഴിയുമെങ്കിൽ ചുവപ്പ് നിറം ധരിക്കുക. പവിഴം ധരിക്കുന്നത് ശുഭകരമായാണ് കാണുന്നത്. ദാനധർമ്മങ്ങൾ. നിർധനരായവർക്ക് ഭക്ഷണ വസ്ത്രങ്ങൾ നൽകുക. സർപ്പദോഷം അകറ്റാൻ അമ്പലത്തിൽ പ്രത്യേക വഴിപാടുകൾ ചെയ്യുക. പ്രധാന ഉപദേശങ്ങൾ. സാമ്പത്തിക ജാഗ്രത. ലാഭകരമായ ഇടപാടുകൾക്ക് മുൻഗണന നൽകുക. എന്നാൽ അമിതമായ വിശ്വാസം കാണിക്കരുത്. ആരോഗ്യ സംരക്ഷണം. ദിനചര്യയിൽ വ്യായാമവും സമതുലിതമായ ആഹാരവും ഉൾപ്പെടുത്തുക. വാഹന സുരക്ഷ. വാഹനം ഓടിക്കുമ്പോൾ അശ്രദ്ധ ഒഴിവാക്കുക. യാത്രാ ദിവസങ്ങളിൽ ചുവപ്പ് നിറത്തിലുള്ള വസ്ത്രം ധരിക്കുക. ജ്യോതിഷകരമായ പ്രത്യേക സൂചനകൾ. ഗൃഹസ്ഥിതി. ചൊവ്വയുടെ ഉച്ചസ്ഥാനം മൂലം ആത്മവിശ്വാസം വർദ്ധിക്കും. എന്നാൽ ശത്രുക്കളുടെ പ്രവർത്തനങ്ങൾക്ക് ശ്രദ്ധിക്കുക. ചന്ദ്രൻ്റെ സ്വാധീനം. കുടുംബ ബന്ധങ്ങൾ മെച്ചപ്പെടുത്താൻ ചന്ദ്രൻ്റെ ശുഭദശ പ്രയോജനപ്പെടുത്തുക. 2025 ഏപ്രിൽ മാസം മകയിര നക്ഷത്രക്കാർക്ക് സാമ്പത്തികവും തൊഴിൽപരവുമായ പുരോഗതി പ്രതീക്ഷിക്കാം. എന്നാൽ ആരോഗ്യം, കുടുംബ ബന്ധങ്ങൾ, സാമൂഹ്യ ഇടപാടുകൾ എന്നിവയിൽ ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. ജ്യോതിഷപരമായ പ്രതിവിധികൾ പാലിക്കുന്നത് പ്രതികൂലതകൾ കുറയ്ക്കും. ഈ ഫലങ്ങൾ സാധാരണ ജ്യോതിഷ സിദ്ധാന്തങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. വ്യക്തിപരമായ ഫലങ്ങൾ അവരവരുടെ ഗ്രഹസ്ഥിതി അനുസരിച്ച് വ്യത്യാസപ്പെടും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പുതിയ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്കുണ്ടാവുന്ന സംശയങ്ങൾ ചോദിക്കുക. കഴിയുന്നത്ര മറുപടി നൽകുന്നതാണ്. നിങ്ങൾ തരുന്ന സപ്പോർട്ടിന് നന്ദി.